ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ റിസപ്ഷൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ അതാ നമ്മൾ കല്യാണം കെട്ടാൻ പോക്ക് കഴിഞ്ഞ് വീടെത്തി. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് നേരം അവിടെ കളിച്ചു കേട്ടോ. പാത്തും മോനും ഹിസമോളൊക്കെ അവിടെ കുറച്ച് നേരം കളിക്കുകയായിരുന്നു. പിന്നെ അതാ മാമ വന്നിട്ടുണ്ടായിരുന്നു, അളിയനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാടെ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിനെയൊക്കെ റെഡിയാക്കി അവരിനെയൊക്കെ സെറ്റാക്കി അവരിനെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ പണി കഴിഞ്ഞു. പിന്നെ നമ്മളുടെ കാര്യങ്ങൾ നോക്കില്ലേ വേണ്ടു. അപ്പോൾ അവരിനെയൊക്കെ റെഡിയാക്കിയിട്ട് അവരവിടെ കളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇനി ഞങ്ങൾ റെഡി ആവാമെന്ന് വെച്ചിട്ട് നിന്നു. ഇക്കയും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അതാ മാമിയും കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുന്ദരൻ റെഡിയായി സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് എത്തിയിട്ടുണ്ട് ആൾ. പിന്നെന്താ അതൊക്കെ ഞങ്ങൾ റെഡി ആയി നിന്നു കേട്ടോ. എല്ലാവരും പാടെ താത്താരും ഞങ്ങളെല്ലാവരും പാടെ ഒരു വണ്ടി പിന്നെ വണ്ടി ഫുള്ളായിട്ട് ഫുള്ള് സെറ്റായി. ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിച്ചു തരാൻ പോണ്. സ്റ്റേജ് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു മണ്ഡപത്തിൻ്റെ ആ ഒരു ഫീലല്ല, ഒരു വില്ല അങ്ങനെയാണ് കേട്ടോ. അവനെടുത്ത് ഇതാക്കിയിരിക്കണം. മണ്ഡപത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് അല്ല. ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റും ഒക്കെ നന്നായിരുന്നു കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കല്യാണം കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ഉമ്മാൻ്റെ കുടുംബത്തിൽ കുറേ നാളുകൾക്ക് ശേഷം നടന്നൊരു കല്യാണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിശ്ചയം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഫാമിലി എല്ലാവരും അവിടെ ഒത്തുകൂടുന്ന സമയമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതാ ജ്യൂസും അങ്ങനെ പോകുമ്പോൾ തന്നെ അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. 4 തരത്തിലുള്ള ജ്യൂസുകളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മൊജിറ്റോ ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനിതാ ജസ്റ്റ് ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ക്ലൈമറ്റും അതെ കാലാവസ്ഥ നല്ലൊരു ഇതായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആളുകൾ എത്തി തുടങ്ങണം, ഏകദേശമൊക്കെ എത്തിയിട്ടോ. പിന്നെ വന്നിട്ട് നല്ല പാട്ടും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ കുട്ടികളൊക്കെ കളിച്ചു. പിന്നെ അതാ ചെക്കനും പെണ്ണും വരുന്ന സീനൊക്കെ എടുത്തു ഞങ്ങൾ. അവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇയാൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് ആങ്ങളയാണ് കേട്ടോ. ആങ്ങള പറഞ്ഞാൽ അമ്മായിൻ്റെ മോനാണ്. ഇത് വന്നിട്ട് എൻ്റെ താത്താൻ്റെ മോളാണ്. നമ്മളങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, നല്ലൊരു ഇതായതും കൊണ്ട്. പിന്നെ പാത്തുവിന് ഹിസുവിന് ഭയങ്കര കാര്യം കേട്ടോ. ഞാൻ വരുന്നു പറഞ്ഞപ്പോൾ അമ്മായി പോണ്ട, കുറച്ച് ദിവസം പോയപ്പോൾ നാളെ പോയാൽ പോരെ വേണ്ടൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇനിതാ അവർ സ്റ്റേജിൽ കൊണ്ടുവന്ന് കയറ്റുന്ന സീനൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ സ്പീഡപ്പ് ആക്കി എടുത്തതാണ്. കാരണം ഒരുപാട് ലോ ആക്കിയിട്ട് നമുക്ക് അത്രയും വീഡിയോ ലെങ്തി ആവുമല്ലേ എന്ന് വെച്ചിട്ടാണ്. ഇത് ഞാൻ ഫുൾ കണ്ടിന്യൂ ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ബിക്കോസ് എനിക്ക് കുറേ എന്താ പറയുക, എനിക്ക് എൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോനിക്ക് സുഖമില്ലാണ്ടായി. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ വരാൻ കുറച്ചുകൂടെ ലേറ്റായി പോയത് കേട്ടോ. കുറച്ചല്ല, ഒത്തിരി ലേറ്റായി പോയത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു 3 സ്റ്റെപ്പായിട്ട് തന്നെ ഞാൻ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്, അന്നേ നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന്. പെണ്ണെ നിന്നുള്ളിലിരിപ്പിവനെങ്ങനറിഞ്ഞെന്ന്, പിന്നെ ചെറുമുന്തിരി പോലവൾ ചോന്നു തൊടുത്തന്ന്. കിനാവിന്റെ കാന്താരിപ്പൂ എരിഞ്ഞേറാണ്. കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്, അന്നേ നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന്. അപ്പോൾ ഫുഡൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു ഗുലാം ജാം ഉണ്ടായിരുന്നു. അതിന് എനിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ അതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ അതെല്ലാവരും ഉള്ളത്. പിന്നെ ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഹിസമോളും ഭയങ്കര അവർക്ക് ഫ്രീ ആയിട്ട് ഓടിക്കളിക്കാം കേട്ടോ. കാരണം അവിടെ ചെയറുകൾ അങ്ങനെ ഒരു ഇതില്ല.
അതുകൊണ്ട് അതിന് ഇഷ്ടം നേരം ഓടിക്കളിക്കാം. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ നേരെ മൂത്തുമ്മാൻ്റെ അടുത്ത് പോയി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. കുട്ടികൾ ഇതാ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ പാത്തു പോകേണ്ട അമ്മായി പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിനി അത് അവിടെ നിന്ന് ഇറങ്ങി കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തുകൊണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടാട്ടോ അവിടെ നിന്ന് വന്നത്. പിന്നെ ഒരു വണ്ടിയിലിരുന്ന് ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ കല്യാണ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.